മറയൂരിലെ അതിമനോഹരമായ ഒരു കരിമ്പിൻ തോട്ടത്തിലാണ് ഈ കുടിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ചെറിയ കുടിലിനുള്ളിൽ നന്നേ പ്രായമായ ഒരു വൃദ്ധൻ ഒരു വലിയ അടുപ്പിൽ തീ കത്തിക്കുകയാണ്. ഇവിടെ 4 പേർ കൂടി ശർക്കര ഉണ്ടാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് 2 പേർ ചൂടുള്ള കുറുക്കിയ ശർക്കര മാവിൻ്റെ തടി കൊണ്ട് നിർമ്മിച്ച ഒരു വലിയ പാത്രത്തിൽ ഇളക്കി ആറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നന്നായി ആറിക്കഴിയുമ്പോൾ ഉരുട്ടാൻ പാകത്തിനാകും. ഈ വെച്ചിരിക്കുന്നത് ഒരു കൂറ്റൻ ഉരുളിയാണ്. അത് മണ്ണ് കുഴച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത്. ഉരുളിയുടെ ഒരു വശത്ത് ഒരു കുഴ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിലൂടെ ഒരു കയർ കോർത്ത് ആ കയർ കുടിലിൻ്റെ ഉയരത്തിലുള്ള കപ്പിയിൽ കൂടി താഴേക്ക് വരുന്നതായി കാണാം. ഉരുളിയിലുള്ള കരിമ്പിൻ നീര് തിളച്ച് പാകമാകുമ്പോൾ അവർ ആ കയറിൽ പിടിച്ച് വലിച്ച് ഉരുളി ചിരിച്ച് ആ വലിയ പാത്രത്തിലേക്ക് പകർത്തും. അതിനുശേഷമാണ് അത് ആറിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നത്. തിളച്ച ശർക്കരയിലെ അഴുക്കുമാറ്റുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരിമ്പിൻ നീര് പാകമാകാൻ കുറച്ച് സമയം കൂടി എടുത്തേക്കാം. ഞാനും എൻ്റെ ക്യാമറമാനും കാത്തു നിൽക്കുകയാണ്. അത് തിളച്ചു തുടങ്ങിയിരിക്കുകയാണ്. തിളയ്ക്കുമ്പോൾ അത് പതഞ്ഞു പൊങ്ങും. പതഞ്ഞപ്പോൾ അയാൾ അതിലേക്ക് എന്തോ ഒരു പൊടി ഇടുന്നത് ഞാനും എൻ്റെ ക്യാമറമാനും കണ്ടു. അപ്പോൾ അത് വീണ്ടും നന്നായി പതഞ്ഞു പൊങ്ങി. അയാളോട് ആ പൊടി എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് കുമ്മായമാണെന്നും പറഞ്ഞു. നിറം നൽകാൻ വേറെയും കളറുകൾ ചേർക്കും. ഇപ്പോൾ ആദ്യം മാറാൻ വെച്ചിരുന്ന ശർക്കര ഉരുട്ടാൻ പാകത്തിനായി. കൂടെയുള്ള ഒരു സ്ത്രീ അത് ഉരുട്ടി പനമ്പിൻ പായിൽ നിറച്ചു. അവിടെ ഉണ്ടായിരുന്ന യാത്രക്കാരിൽ ചിലർ ശർക്കരയുടെ രുചിയും നോക്കി. നേരം നന്നേ സന്ധ്യയായി. ഞാനും എൻ്റെ ക്യാമറമാനും പഴയ ഹോട്ടൽ റൂമിലോട്ട് പോകുവാൻ യാത്ര തിരിച്ചു.